മനുഷ്യ വന്യജീവി സംഘർഷം മുൻപില്ലാത്ത വിധം സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണ്. അതിനിടെയാണ് കുട്ടമ്പുഴ ക്നാച്ചേരിയിലെ എൽദോസ് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. വന്യമൃഗങ്ങളുടെ ആക്രമണ ഭീതിയിലാണ് ഈ പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ. വനം വകുപ്പിനെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഈ നാട്ടുകാർ. കാണേണ്ടവരോടും കേൾക്കേണ്ടവരോടുമൊക്കെ നേരത്തെ തന്നെ ഇന്നാട്ടുകാർ പറഞ്ഞതാണ്, ആന മനുഷ്യൻ്റെ ജീവനെടുക്കും, അതുവരെ കാത്തിരിക്കരുതെന്ന്. പക്ഷേ ആരും കണ്ടില്ല, ആരും കേട്ടതുമില്ല. ആനയെയും വന്യമൃഗങ്ങളെയും കാണാത്തവരല്ല കുട്ടമ്പുഴക്കാർ. വീട്ടുമുറ്റത്തും വഴിവക്കിലുമെല്ലാം ഒറ്റയ്ക്കും കൂട്ടമായും അവയെത്താറുണ്ട്. കുട്ടമ്പുഴയ്ക്കപ്പുറം ഉരുളൻ തണ്ണി മുതൽ ക്നാച്ചേരി വരെയുള്ള 2 കിലോമീറ്ററോളം ദൂരം കൊലവഴിയാണ്. സ്കൂൾ കുട്ടികളും തൊഴിലാളികളും അടങ്ങുന്ന പ്രദേശവാസികളെ ആന തലങ്ങും വിലങ്ങും ഇവിടെയിട്ട് ഓടിച്ചിട്ടുണ്ട്. വനം വകുപ്പിനോട് പരാതി പറഞ്ഞാലും പരിഹാരമില്ലാത്തതിനാൽ ആ കൊലവഴി തന്നെ ഇന്നാട്ടുകാർ ഉപയോഗിച്ചു പോന്നു. അതുപോലൊരു യാത്രയിലാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായ എൽദോസിന്റെ ജീവൻ കാട്ടാന കവർന്നത്. നമ്മുടെ വീടിന്റെ പുറകിലൊക്കെ വരുന്ന ഇവിടെ നമുക്ക് തെങ്ങൊക്കെ ഇടാതെ അതൊക്കെ നശിപ്പിച്ചു ആന. ഇവിടെയൊക്കെ എപ്പോഴും വരുന്ന ആന. ഇന്നലെ എൽദോസ് നടന്നു പോകുമ്പോഴും ഇതുപോലെ ഈ ചോലയിൽ പതുങ്ങി നിന്ന ആന റോഡിലേക്ക് ഇറങ്ങി എൽദോസിനെ എടുത്ത് എറിയുകയാണ് ഉണ്ടായത്. ആനയുടെ പ്രശ്നം തുടങ്ങിയിട്ട് ഒരു 9 വർഷമായിട്ടുള്ളൂ. വനനിയമം കൂടുതൽ ശക്തമായപ്പോൾ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി. 6 മണി കഴിഞ്ഞാൽ ക്നാച്ചേരിയിലേക്കുള്ള വനപാത കൂരിരുട്ടിൽ മുങ്ങും. കൈവശം ടോർച്ചുണ്ടെങ്കിൽ പോലും മുൻപിലുള്ളത് കാണാത്തത്ര കുറ്റാക്കുറ്റിരുട്ട്. കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന കാട്ടാന മനുഷ്യ സാന്നിധ്യം കണ്ടാൽ അക്രമകാരിയാകും. ഇത് തടയാൻ റോഡിനിരുവശവും ആഴത്തിൽ ട്രഞ്ച് കുഴിക്കുകയാണ് ഒരു മാർഗം. കാല് പിടിച്ചു പറഞ്ഞിട്ടും കേണപേക്ഷിച്ചിട്ടും നടക്കാതിരുന്ന കാര്യം എൽദോസിന്റെ ജീവൻ കൊടുത്ത് നേടേണ്ടി വന്നു. ക്നാച്ചേരിയിൽ ഏതാണ്ട് 10-65 കുടുംബങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്ന പൊതുവഴിയാണിത്. ഈ വഴി ഇരുവശവും വലിയ വൈദ്യുതി പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ വൈദ്യുതി പോസ്റ്റുകളിൽ ദൈവം സഹായിച്ചു ഒരെണ്ണത്തിൽ പോലും പഞ്ചായത്തോ KSEBയോ ഒരു തെരുവുകളൊക്കെ പോലും ഇട്ടിട്ടില്ല. ഇവിടെ വന്ന് പറമ്പിൽ കയറിയുള്ള തെങ്ങും വാഴയും എല്ലാം നശിപ്പിച്ച് പുള്ളി പയ്യെ പകലാകുമ്പോൾ ഇറങ്ങി പോകും. ഇവിടെ മാറി നിൽക്കും. ഉരുളൻ തണ്ണിയിൽ നിന്നും ക്നാച്ചേരിയിലേക്ക് പോകുന്ന വഴിയിൽ വഴിവിളക്കുകൾ വന്നാൽ പകുതി പ്രശ്നം തീരും. നല്ല വെളിച്ചമുണ്ടെങ്കിൽ വന്യമൃഗങ്ങൾ ഇതുവഴിയുള്ള സഞ്ചാരം ഒഴിവാക്കും. ആനയോ വന്യമൃഗങ്ങളോ മറഞ്ഞിരുന്നാലും വഴി ഉപയോഗിക്കുന്നവർക്ക് വേഗം കാണാം. പക്ഷേ വൈദ്യുത വിളക്കുകൾ തെളിക്കുന്നത് മൃഗങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന പേരിൽ വനം വകുപ്പ് തടസ്സം നിൽക്കുകയാണ്. 1.5-2 കിലോമീറ്ററോളം ദൂരം ജീവൻ കയ്യിൽ പിടിച്ചു വേണം ക്നാച്ചേരിയിലെ 65-ലേറെ വരുന്ന പാവങ്ങൾക്ക് വീട് പിടിക്കാൻ. കോതമംഗലത്തും മറ്റു സ്ഥലങ്ങളിലും പണിക്ക് പോകുന്നവർ മുഴുവൻ തിരികെ എത്താൻ 6 മണിയെങ്കിലും കഴിയും. ഇങ്ങോട്ട് ഞങ്ങളൊരു 6 മണി കഴിഞ്ഞ പിന്നെ വരില്ല. കാരണം ഇങ്ങോട്ട് വന്നു വെച്ചാൽ പിന്നെ നമുക്ക് തിരിച്ചുമ്പോൾ തന്നെയല്ലേ ഉള്ളൂ. സന്ധ്യാമത്തെ ആന ഇറങ്ങും. ഇവിടെ ഇത് നിത്യ സംഭവമായിട്ട് മാറിക്കൊണ്ടിരിക്കുക. പ്രേതാലയങ്ങൾ പോലെ ക്നാച്ചേരിയിൽ വന്നു നോക്കിയാൽ ഇതുപോലത്തെ നിരവധി വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവയൊക്കെ തന്നെ ഏതാണ്ട് കുറേയധികം നാളുകൾക്ക് മുൻപ് ആനപ്പകയിൽ ഭയന്ന് വിറച്ച് ജീവിച്ച് ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് ഇവിടം വിട്ടു പോയവരുടേതാണ്. എത്ര കണ്ട് കൃഷി ചെയ്താലും സാധാരണ ഫെൻസിങ് ഇട്ടാലും ആന ഇറങ്ങി കൃഷി നശിപ്പിക്കും. കൃഷിക്കായി ഇറക്കിയ പണം മുഴുവൻ നഷ്ടം. ഇതുപോലെ എത്രയോ മരണങ്ങൾ, ഈ നഗരത്തെ തന്നെ വിറപ്പിച്ച പ്രതിഷേധങ്ങൾ, DFO ഓഫീസിന് മുൻപിലെ ഘോരഘോര പ്രസംഗങ്ങൾ. എന്നിട്ടും വന്യജീവി ശല്യം, വന്യജീവികളുടെ ആക്രമണം നിർബാധം തുടരുകയാണ്. ശാശ്വതമായ പരിഹാരം ഇനിയും അകലെ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയാം. ക്യാമറാമാൻ നിഖിലിനൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. കുട്ടമ്പുഴയിലെ ജനങ്ങൾ ജീവിക്കുന്നത് വന്യമൃഗ ഭീതിയിലാണ്. അവരുടെ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം എപ്പോഴുണ്ടാകും എന്ന് ഒരു സൂചനകളും ഒരു വിവരവുമില്ല. ജീവൻ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെട്ടേക്കാമെന്ന ആശങ്ക നാട്ടുകാർക്കുണ്ട്. അവർ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അവരുടെ പ്രതികരണങ്ങളിലേക്ക്.
ഈ വഴിയിലൂടെ ഒത്തിരി പേര് യാത്ര ചെയ്യുന്നതാണ്. ഒരു 100 കുടുംബങ്ങളോളം ഈ വാർഡില്ല ഈ സൈഡിൽ തന്നെ താമസിക്കുന്നതാണ്. അവരുടെ യാത്ര ആശ്രയ വഴിയാണ്. കുട്ടികൾ ട്യൂഷൻ കഴിഞ്ഞ് നടന്നല്ല വരുമ്പോൾ പലപ്പോഴും നാളെ ഇവിടെ ഒരു കുട്ടി കണ്ടിട്ട് കുട്ടി ആദ്യം കാണുന്ന ആനെ എന്നിട്ട് എല്ലാവരും അറിയുകയും ചെയ്തത് ഭയങ്കര ഭീഷണിയാണ്. ഇതൊരു ഭയങ്കര വിഷയമാണ്. കാരണം ഒന്നായി ഇരുണ്ട് കിടക്കുന്ന കാടിന്റെ ഒരു നിഗൂഢതയെല്ലാം ഉണ്ട്. അതുകൊണ്ട് വെട്ടം ഇല്ലെങ്കിൽ വൈകിട്ട് ഭയങ്കര പാടാ, മഴയും കൂടെ ഉണ്ടെങ്കിൽ. ആശങ്ക എന്ന് പറഞ്ഞാൽ മിക്കവാറും ഇവരെ ഇറക്കി വിടുന്ന ഞങ്ങൾ പോകും ഇറങ്ങി തന്നെ. ഇനി ആന കൊന്നുകളയൊന്നും അറിയത്തില്ല. ഇപ്പൊ ആ ഒരു ഭീഷണിയില്ല. ഇതുവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് ഇപ്പൊ 2 വർഷമായിട്ടേ ഉള്ളൂ. അല്ലെ ആന അതിലെയൊക്കെ കയറി പോവുകയുള്ളായിരുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവിടെ ഭയങ്കര രൂക്ഷമായ കാട്ടാനശല്യമാണ്. പിന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഒരു മെയിൻ പ്രശ്നമാണ്. പല പ്രാവശ്യം പഞ്ചായത്തിൽ ഞങ്ങൾ അപേക്ഷകൾ കൊടുക്കുകയും പഞ്ചായത്തിലെ അധികാരികളോട് പറയുകയും ചെയ്തിട്ട് ഇത് പുനഃസ്ഥാപിച്ചിട്ട്. ഇങ്ങനെ ആന ശല്യമാണെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. കാരണം വിശ്വാസം എങ്ങനെ കിടന്നിറങ്ങും. നമ്മളാണെങ്കിൽ എങ്ങോട്ടല്ലേ ഓടി രക്ഷപ്പെടാം. വീട്ടിലുള്ള പിള്ളേരെ ആയിട്ട് നമുക്ക് ഓടാൻ പറ്റുമോ? പിള്ളേരെ ഉറങ്ങി കിടക്കുന്ന പിള്ളേരെ എടുത്തോണ്ട് ഓടാൻ പറ്റുമല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും നടപടി എടുക്കുക എന്നുള്ളൂ.